നമ്മളെ തൃശ്ശൂർ ചാലക്കുടിക്കും മധുരപ്പള്ളിക്കും ഒക്കെ അടുത്തുള്ള ഒരു സ്ഥലമാണ് വെള്ളികുളങ്ങര. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ. നല്ല ഗ്രീൻ ആണ് ആ ഒരു സ്ഥലം. അപ്പോൾ അവിടെ ചെറിയ കുന്നുകളും മറ്റുമൊക്കെ ഉണ്ട്. ആളുകൾ പശുവിനെ ആടിനൊക്കെ മേയ്ക്കാനായിട്ട് അങ്ങോട്ട് പോകുന്ന ഒരു സ്ഥലം തന്നെയാണ്. അവിടെയാണ് ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നത്. അന്ന് കൃത്യമായി പറഞ്ഞാൽ ജാനുവരി 4, 2003 ഒരാൾ ആസ് യൂഷ്വൽ ആ ഒരു കുന്നിന്റെ മുകളിലോട്ട് ഇങ്ങനെ പതുക്കെ നടന്ന് കയറായിരുന്നു. അപ്പോഴാണ് ആള് ഒരു അലറൽ ശബ്ദം കേൾക്കുന്നത്. അയ്യോ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ കരയുന്ന സൗണ്ട് ആയിരുന്നു അത്. ആ സൗണ്ട് കേട്ടപ്പോൾ ആൾ ആ ഒരു കുന്നിൻ്റെ മുകളിലോട്ട് ഓടി കയറുകയാണ്. അവിടെ നിന്ന് ഏകദേശം ഒരു 5-10 മിനിറ്റ് എടുക്കും ആ കുന്നിൻ്റെ മുകളിലോട്ട് എത്താനായിട്ട്. അവിടെ ആളെ എത്തി ആ ഒരു കാഴ്ച കണ്ട് ആൾ ഞെട്ടിത്തെരിച്ച് പോവാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുന്നിൻ്റെ അറ്റത്ത് ഒരു പശു നിൽക്കുന്നുണ്ട്. പശുവിൻ്റെ കഴുത്തിൽ ഒരു കയറുണ്ട്. ആ കയർ നേരെ വന്നിട്ട് ഒരു മരത്തിൽ കുടുങ്ങിയിട്ടുണ്ട്. ആ കയറിൻ്റെ ഇപ്പുറത്തെ എൻഡിൽ വേറൊരു സ്ത്രീയായിരുന്നു ഉണ്ടായിരുന്നത്. യെസ്, ആ ഒരു സ്ത്രീയുടെ കഴുത്തിൽ കയറ് കുരുങ്ങിയിട്ട് ആ കയറും പശു വലിച്ചിങ്ങേറ്റ് പോകുന്നതിൻ്റെ ഇടയിൽ മരത്തിൽ കുടുങ്ങിയിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. അപ്പോൾ ആൾ ഓടിച്ചെന്ന ആ ഒരു സ്ത്രീയുടെ അടുത്ത് നിന്ന് നോക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്ത്രീ മരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ആൾക്ക് മനസ്സിലായി. ഇതൊക്കെ കണ്ട് പേടിച്ച ആൾ നേരെ തന്നെ ആ ഒരു കുന്നിറങ്ങാണ്. എന്നിട്ട് താഴ്ത്തുണ്ടായിരുന്ന ആളുകളുടെ അടുത്ത് കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു. അവരെല്ലാവരും കൂടെ വീണ്ടും ആ ഒരു മല ഓടി കയറുകയായിരുന്നു. ഒന്നാലോചിച്ച് നോക്കിയേ, ആൾ ആ ഒരു അലർച്ച കേട്ടിട്ട് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അങ്ങോട്ട് ഓടി എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനുള്ളിൽ തന്നെ ആ ഒരു മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ആ മരിച്ച സ്ത്രീയുടെ പേര് റോസ്ലിൻ ആയിരുന്നു. അവിടെ തന്നെ ഉള്ള ഒരു സ്ത്രീ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വിവരം റോസ്ലിൻ്റെ ഹസ്ബൻഡായിട്ടുള്ള ഫ്രാൻസിസിനെ അറിയിക്കുകയാണ്. ഈ ഒരു വിവരം അറിഞ്ഞ് ആളും കൂടെ ഓടി അങ്ങോട്ട് എത്തുകയാണ്. അതിനോടകം തന്നെ പോലീസിനെയും വിവരമറിയിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ പോലീസുകാരും നേരെ അങ്ങോട്ട് എത്തിയ ഒരു സീനും കാര്യങ്ങളൊക്കെ സെക്യൂർ ചെയ്തു. അപ്പോൾ അന്ന് യഥാർത്ഥത്തിൽ റോസ്ലിന് എന്താണ് സംഭവിച്ചത്? അത് ജസ്റ്റ് ഒരു ആക്സിഡൻറ്റ് തന്നെയായിരുന്നു. പോലീസുകാർ എങ്ങനെയാണ് ഈ ഒരു കേസ് അന്വേഷിച്ചത്, അതേപോലെ തന്നെ ആ ഒരു കേസിൻ്റെ ഫൈനൽ കൺക്ലൂഷൻ എന്തായിരുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. അങ്ങനെ പോലീസുകാർ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. പോലീസിൻ്റെ ഒരു പ്രാഥമിക നിഗമനം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ത്രീ ഇതേപോലെ തന്നെ പശുവിനെ തീറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു കുന്നിൻ്റെ മുകളിലോട്ട് കയറിയിട്ടുണ്ടാവും. അതിൻ്റെ ഇടയിൽ അത്യാവശ്യം മഴയൊക്കെ പെയ്ത് കിടന്നിരുന്നൊരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ കാലെങ്ങാനും സ്ലിപ്പായിട്ട് വീണിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സൗണ്ട് കേട്ടിട്ടും ആ ഒരു കയറ് വലിഞ്ഞതുകൊണ്ടും പശു പെട്ടെന്ന് പാനിക്കായിട്ട് ഓടിയിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് അബദ്ധത്തിൽ ആ കയ്യിലിരുന്നിരുന്ന കയറ് ഇവരുടെ കഴുത്തിൽ കുടുങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ പശു ഇങ്ങനെ ഓടി നേരെ അങ്ങോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ മരത്തിലും കൂടെ കുടുങ്ങിയിട്ട് അങ്ങനെയായിരിക്കും ആ ഒരു മരണം നടന്നിട്ടുണ്ടാവുക എന്നുള്ളൊരു അസംഷനിലോട്ടാണ് പോലീസുകാരെത്തിയത്. അതേപോലെ തന്നെ ബാക്കിയുള്ള ആളുകളുടെ അടുത്ത് സംശയാസ്പദമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ കണ്ടോ എന്നുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അത്തരത്തിൽ സംശയാസ്പദമായിട്ടുള്ള ആരെയും അന്നത്തെ ദിവസം അവർ ആരും തന്നെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ആ ഒരു സ്ത്രീയുടെ കഴുത്തിൽ കയറ് മുറുകിയ പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐ വിറ്റ്നസിനെ ക്വസ്റ്റ്യൻ ചെയ്തതിൽ നിന്നൊക്കെ അതൊരു ആക്സിഡൻ്റൽ ഡെത്ത് ആണ് എന്നുള്ളൊരു നിഗമനത്തിലോട്ട് പോലീസുകാരെത്തിയിട്ട് അങ്ങനെ ആ ഒരു കേസ് ക്ലോസ് ചെയ്യാണ്. എന്നാൽ ഇവരുടെ ഹസ്ബൻഡായിട്ടുള്ള ഫ്രാൻസിസിന് ഇത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അതായത് തൻ്റെ വൈഫ് സ്ഥിരമായിട്ട് പോകുന്ന ഒരു സ്ഥലമാണത്, താനും സ്ഥിരമായിട്ട് പോകുന്ന ഒരു സ്ഥലമാണത്. അപ്പോൾ സ്ഥിരം അവർ പശുവിനെ കൊണ്ട് പോകുന്നൊരു സ്ഥലമാണ്. ഇങ്ങനത്തെ ഒരു ആക്സിഡൻറ്റ് ആൾക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ക്രൈം സീൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പെണ്ണിൻ്റെ കഴുത്തിൽ കയറ് ഉരുങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ പശു ആ അറ്റത്ത് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു മരത്തിൻ്റെ ഇടയിലും കൂടെ കയറ് ഉരുങ്ങിയിട്ടുണ്ട്. ഇതൊന്നും ആൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തോ ഒരു സംഭവം ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ട്. ഇതെന്തായാലും ആക്സിഡൻ്റ് അല്ല എന്നുള്ള ഒരു എന്താ പറയുക, ഉള്ളിൽ ആൾക്ക് ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആളത് ആളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് റിലേറ്റീവ്സിൻ്റെ ഒക്കെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇല്ല ഇത് ജസ്റ്റ് ആക്സിഡൻ്റ് അല്ല, ഇതിൻ്റെ ഇടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ അവർ ലാസ്റ്റ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് അത്രയും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നീ പോലീസിൽ പോയിട്ട് ഒരു കംപ്ലയിൻറ്റ് കൂടെ കൊടുക്ക്, നിൻ്റെ വൈഫിൻ്റെ മരണത്തിൽ സംശയമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട്. അങ്ങനെ ആൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞിട്ട് ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യണം. ആളുടെ വൈഫിൻ്റെ മരണത്തിൽ ആൾക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ വാങ്ങി നോക്കിയ പോലീസുകാർ പറഞ്ഞു, ഫ്രാൻസിസേ ഇത് ആക്സിഡൻറ്റ് തന്നെയാണ്. ഞങ്ങൾ ആ ഒരു ഏരിയ മുഴുവനായിട്ട് പരിശോധിച്ചു, സംശയിക്കത്തക്കതായിട്ടുള്ള ഒന്നും തന്നെ കണ്ടെത്താനായിട്ട് ഞങ്ങളെ കൊണ്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇത് ആക്സിഡൻറ്റ് തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഫ്രാൻസിസ് പറഞ്ഞു, ഇല്ല എനിക്ക് ആക്സിഡൻ്റ് ആണെന്ന് തോന്നുന്നില്ല, എൻ്റെ ഇൻഡ്യൂഷൻ അങ്ങനെയല്ല പറയുന്നത്. കാരണം ഞാനാണെങ്കിലും വൈഫാണെന്നുണ്ടെങ്കിലും സ്ഥിരമായിട്ട് പശുവിനെ പുല്ല് തിരിക്കാനായിട്ട് അങ്ങോട്ട് പോകുന്ന സ്ഥലമാണ്. അതേപോലെ തന്നെ ആ ഒരു പശു ആ സമയത്ത് നിൽക്കുന്നുണ്ടായിരുന്നത് ആ കുന്നിൻ്റെ ഒരു എൻഡിലായിരുന്നു. അവിടേക്ക് ആ പശു പോവാറേ ഇല്ല. അതേപോലെ തന്നെ ആ പശുവിനെ ഇപ്പോൾ ഇവർ രണ്ടുപേരും അല്ലാണ്ട് അഴിച്ചു വിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആ പുല്ലിൻ്റെ അവിടെയൊക്കെ പോയി കഴിഞ്ഞിട്ട് മേഞ്ഞിട്ട് ആ പശു തിരിച്ചു വരുന്നൊരു പശുവാണ്. അപ്പോൾ ഒരിക്കലും അങ്ങനെയുള്ള സമയത്ത് പോലും പശു അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആരോ എന്തോ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ആൾ ഉറച്ചു നിൽക്കുകയായിരുന്നു. അപ്പോൾ പോലീസുകാർ വീണ്ടും പറഞ്ഞു, എൻ്റെ ഭാര്യ വഴിക്ക് വീണ സമയത്ത് ആ ഒരു പശു പാനിക്കായിട്ട് ഓടിങ്ങേറ്റ് അങ്ങോട്ട് പോയതായിരിക്കാം. സാധാരണഗതിയിൽ ആ പശു അങ്ങോട്ട് പോകുന്നൊരു പശു ആയിരിക്കില്ല. പക്ഷേ അന്നത്തെ ആ ഒരു ഒച്ചയും അതേപോലെ തന്നെ ആ ഒരു വീഴ്ചയും അതിൻ്റെ ഇതിൽ ആ പശു അങ്ങോട്ട് ഓടിപ്പോയതായിരിക്കാം എന്നുള്ളൊരു തരത്തിൽ പോലീസുകാർ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുകയാണ്. എന്നാൽ പോലീസ് പറഞ്ഞത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ആളെ കൊണ്ട് സാധിക്കുന്നുണ്ടായില്ല.
അടുത്തതായിട്ട് ഫ്രാൻസിസിൻ്റെ അടുത്ത് പോലീസുകാർ ചോദിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിനക്ക് വല്ല ശത്രുക്കളുണ്ടോ, റോസ്ലിനെ ആരെങ്കിലും ഇങ്ങനെ ഭയപ്പെടുത്താൻ വല്ല സാധ്യതയുണ്ടോ, നിനക്ക് ആരെങ്കിലും വല്ല സംശയം ഉണ്ടോ എന്നുള്ള തരത്തിലായിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള സംശയങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇയാൾക്ക് ഉണ്ടായിരുന്നില്ല. എന്നാലും വൈഫിനെ ആരോ ഭയപ്പെടുത്തിയതാണ് എന്നുള്ളൊരു ചിന്ത, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻഡ്യൂഷൻ ആളുടെ ഉള്ളിൽ നിന്ന് പോകുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആൾ പല ഓഫീസുകളും മറ്റും കയറി ഇറങ്ങുകയാണ്. അങ്ങനെ 2006 ഈ ഒരു കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാനായിട്ട് തുടങ്ങുകയായിരുന്നു. സോ ഈ ഒരു കേസ് ക്രൈംബ്രാഞ്ചിലോട്ട് ട്രാൻസ്ഫർ ആയതിനു ശേഷം ആ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ നേരെ ഈ ലോക്കൽ പോലീസ് സ്റ്റേഷനിലെത്തിയിട്ട് അവിടെ നിന്ന് ആ ഒരു കേസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. എന്നിട്ട് അവർ ആദ്യം തുടങ്ങിയിട്ട് ഈ ഒരു കേസ് വീണ്ടും റീഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അവർ നോക്കിയപ്പോൾ ഈ കേസിലുണ്ടായിരുന്ന റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ പക്കയാണ്. അതായത് എന്താ പറയുക, ഈ പോലീസുകാർ പറഞ്ഞ രീതിയിൽ തന്നെ ആയിരുന്നു അവർക്കും അതിൻ്റെ ഉള്ളൊരു ഉത്തരം കണ്ടെത്താനായിട്ട് സാധിച്ചത്. അല്ലാതെ സസ്പീഷ്യസ് ആയിട്ടുള്ള ഒന്നും തന്നെ ആ സമയത്ത് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. യെസ്, ലോക്കൽ പോലീസിൻ്റെ അന്വേഷണം ശരിവെക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടായിരുന്നു ക്രൈംബ്രാഞ്ച് സമർപ്പിച്ചത്. എന്നാലും ഫ്രാൻസിസിന് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹം വീണ്ടും പോരാടി. ഏകദേശം ഒരു 2013, അതായത് ആ ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ട് ഒരു 10 വർഷത്തിന് ശേഷം ആ കേസ് വീണ്ടും റീഓപ്പൺ ചെയ്യാണ്. വേറെ ഉദ്യോഗസ്ഥർ ആ കേസ് വീണ്ടും അന്വേഷിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ആ ഉദ്യോഗസ്ഥർ വീണ്ടും ആ ഒരു പഴയ കേസ് ഫയലും കാര്യങ്ങളും ഫോട്ടോസും ഡീറ്റെയിൽസും എല്ലാം എടുത്ത് ആദ്യം തുടങ്ങി വീണ്ടും ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യായിരുന്നു. അപ്പോൾ അവർ ആദ്യം നോക്കുമ്പോൾ ലോക്കൽ പോലീസും ഫസ്റ്റ് റൗണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചതൊക്കെ കറക്റ്റായിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് പോയിട്ടുള്ളത്. അതായത് ആ ഒരു സ്ത്രീ ഇതേപോലെ തന്നെ നടന്ന് ആ ഒരു പശുവിനെ പുല്ല് തിരിച്ചിങ്ങേറ്റ് ഇങ്ങനെ പോകുന്ന വഴിക്ക് അവർ വഴിക്ക് വീണിട്ടുണ്ടാവാം. വഴിക്ക് വീണ സമയത്ത് പശുവിൻ്റെ കഴുത്തിൽ അവർ കയറ് കുരുങ്ങിയിട്ടുണ്ടാവാം, ഒച്ച കേട്ടിട്ടുണ്ടാവാം. അപ്പോൾ പശു പെട്ടെന്ന് തന്നെ പാനിക്കായിട്ട് ഓടിപ്പോയിട്ടുണ്ടാവാം. അതിൻ്റെ ഇടയിൽ ഇവരുടെ കഴുത്തിൽ കയറ് കുരുങ്ങിയിട്ട് ഒരു മരത്തിലും കൂടെ കുടുങ്ങിയിട്ട് അവർ മരിച്ചിട്ടുണ്ടാകാം എന്നുള്ള ആ ഒരു അസംഷനിലോട്ട് തന്നെയാണ് ആദ്യം തന്നെ പോലീസുകാർ, അതായത് ഈ ഒരു ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ എത്തിയത്. എന്നാലും അവർ ഡീറ്റെയിൽ ആയിട്ടും വീണ്ടും ഇങ്ങനെ പരിശോധിക്കുകയാണ്. അങ്ങനെ ആ ഒരു ക്രൈം സീൻ ഇമേജസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുന്നതിൻ്റെ ഇടയിൽ അതിൽ ഉദ്യോഗസ്ഥന് ഒരു സംശയം തോന്നാണ്. അതായത് ഇപ്പോൾ ഒരു കയറ് കെട്ടിയിട്ട് ഒരാളെ വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഇങ്ങനെ കയറ് കെട്ടിയിട്ട് ഇപ്പുറത്തുനിന്ന് വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആയിരിക്കും പാടുണ്ടാവുക. അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണല്ലോ പാടുണ്ടാവുക. എന്നാൽ ആ ഒരു കേസിൽ ആ ബോഡി കിടന്ന സ്ഥലവും അതേപോലെ തന്നെ കഴുത്തിൽ സ്ട്രോങ് ആയിട്ട് പാടുള്ളത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്താണ് അതിൽ കൂടുതലായിട്ട് ഹെവി ആയിട്ടുള്ള പാടും കാര്യങ്ങളും ഉണ്ടായത്. അപ്പോൾ ആ ഒരു പാടിൻ്റെ ബേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് ഒരു സംശയം തോന്നാണ്. അപ്പോൾ അതെന്തായാലും കൺഫേം ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ട് ആ ഫോട്ടോസും ഡീറ്റെയിൽസും എല്ലാം തന്നെ ഫോറൻസിക് ഉദ്യോഗസ്ഥർക്ക് വീണ്ടും കൈമാറുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ സംശയങ്ങളും കാര്യങ്ങളും ഫോറൻസിക് ഉദ്യോഗസ്ഥരുമായിട്ട് പങ്കുവച്ചു. അവരങ്ങനെ കുറച്ച് ദിവസം എടുത്തിട്ട് നല്ല രീതിയിൽ ആ ഒരു ഫോട്ടോസും കാര്യങ്ങളും അനലൈസ് ചെയ്യാണ്. അതിനുശേഷം ഫോറൻസിക് ഉദ്യോഗസ്ഥരുടെ റിപ്ലൈ വന്നു. ഇദ്ദേഹം സംശയിച്ചതുപോലെ തന്നെ അത് എന്താ പറയുക, പശു വലിച്ചുണ്ടായ ഒരു കയറിൻ്റെ പാട് അല്ല, അതേപോലെ തന്നെ അതുകൊണ്ടുണ്ടായ ഒരു മരണവുമല്ല. അപ്പോൾ ഏകദേശം റോസ്ലിൻ്റെ കൊലപാതകം ആളുടെ ഹസ്ബൻഡ് സംശയിച്ചതുപോലെ തന്നെ അതായത് റോസ്ലിൻ്റെ മരണം ആളുടെ ഹസ്ബൻഡ് സംശയിച്ചതുപോലെ തന്നെ ഒരു കൊലപാതകമാണ് എന്ന് തെളിയിക്കുന്ന ആദ്യത്തെ ഒരു ലിങ്കായിരുന്നു അത്. അതുപോലെ തന്നെ ഇതൊരു കൊലപാതകമാണെന്നുള്ള ഒരു സംശയം ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലുള്ള മറ്റൊരു തെളിവ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, താഴ്ത്തുന്ന ഒരാളിങ്ങനെ നടന്ന് കയറി വരുന്ന സമയത്ത് ആൾ എന്നെ രക്ഷിക്കണേ എന്നുള്ള ഒച്ച കേട്ടിട്ടാണ് ഓടിച്ചെന്ന് നോക്കുന്നത്. അപ്പോൾ കഴുത്തിൽ പെട്ടെന്ന് തന്നെ ഒരാൾ വീണിട്ട് ആളുടെ കഴുത്തിൽ കയറ് കുരുങ്ങുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആൾക്ക് സൗണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അതായത് രക്ഷിക്കണേന്ന് ഉറക്കെ വിളിച്ച് പറയാനായിട്ട് പറ്റില്ല. മേ ബി ആ ഒരു സ്ത്രീക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഒരു അപകടം സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളത്. അപ്പോഴായിരിക്കും അവർ രക്ഷിക്കണേന്ന് പറഞ്ഞിട്ട് ഒച്ചെടുത്തിട്ടുണ്ടാവുക. അല്ലാതെ ആക്സിഡൻ്റലി പെട്ടെന്ന് തന്നെ കഴുത്തിൽ കയറ് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആർക്കും വിളിച്ച് പറയാനായിട്ട് പറ്റില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിഗമനം. അങ്ങനെ ഫ്രാൻസിസ് സംശയിച്ചതുപോലെ തന്നെ തൻ്റെ ഭാര്യയായിട്ടുള്ള റോസ്ലിൻ്റെ മരണം ഒരു കൊലപാതകമാണെന്നുള്ളത് ക്രൈംബ്രാഞ്ച് ശരിവെക്കുകയായിരുന്നു. അടുത്തതായിട്ട് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ നോക്കിയപ്പോൾ ആദ്യഘട്ടത്തിൽ 12ഓളം ഐ വിറ്റ്നസിനെ പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഐ വിറ്റ്നസിനെ വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ഇവർ തീരുമാനിക്കുകയാണ്. അതായത് പോലീസുകാർ ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വല്ല ചോദ്യങ്ങൾ ആ ഒരു സമയത്ത് ചോദിച്ചിട്ടുണ്ടാവില്ല, എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ലീഡ് കിട്ടുമായിരിക്കും. കാരണം അന്ന് ഇതൊരു ആക്സിഡൻ്റൽ ഡെത്ത് ആണ് എന്നുള്ള രീതിയിലായിരിക്കുമല്ലോ അവരെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇതൊരു കൊലപാതകമാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഉദ്യോഗസ്ഥർ ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും എന്തെങ്കിലും ഒരു ലീഡ് കിട്ടുമെന്നുള്ള ആ ഒരു ഉദ്ദേശത്തിൽ പോലീസുകാർ വീണ്ടും ഈ ഒരു 12 പേരുടെ വെയർ അബൌട്ട്സ് അന്വേഷിക്കുകയാണ്. അപ്പോഴാണ് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് അതിൽ ഭൂരിഭാഗം ആളുകളും അവിടെ നിന്ന് സ്ഥലം മാറിപ്പോയി. അതിലാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 പേരും മരിച്ചും പോയി. അങ്ങനെ ആ ഒരു മരിച്ച ആളുകളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതേപോലെ തന്നെ നാട് വിട്ടുപോയ ആളുകളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ വീണ്ടും പരിശോധിക്കുകയാണ്. അപ്പോഴാണ് അവർക്ക് ഒരു കാര്യം സ്ട്രൈക്ക് ആവുന്നത്. ഈ മരിച്ചുപോയവരിൽ ഒരാളുടെ മരണം മാത്രം സ്വാഭാവിക മരണമായിരുന്നില്ല. ബാക്കിയുള്ളവരൊക്കെ സ്വാഭാവികമായിട്ടുള്ള മരണമായിരുന്നു. ഒരാൾ മാത്രം ആത്മഹത്യ ചെയ്തതായിരുന്നു. അയ്യപ്പൻ എന്നായിരുന്നു ആളുടെ പേര്.
അപ്പോൾ ആള് ഇതേപോലെ തന്നെ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ട് ഒരു അരുവി ഒഴുകുന്നുണ്ട്, ഒരു കാട് പിടിച്ച ഏരിയയാണ്. അപ്പോൾ അതിൻ്റെ സൈഡിൽ മരിച്ചിടക്കുന്ന രീതിയിലായിരുന്നു ആളുകൾ ആളെ കണ്ടെത്തിയത്. ആളുടെ ബോഡി കണ്ടെത്താൻ തന്നെ മരിച്ചതിന് ശേഷം ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ നേരെ അവിടെ എത്തി നോക്കുന്ന സമയത്ത് ബോഡി അഴുകി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആളുടെ എന്താ പറയുക ബോഡിയുടെ അടുത്തുനിന്ന് വിഷക്കുപ്പിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ആൾ വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്തതാണ് എന്നുള്ളൊരു നിഗമനത്തിലോട്ട് പോലീസുകാർ എത്തുകയാണ്. അതേപോലെ തന്നെ ഓട്ടോപ്സിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിഷമുള്ളിൽ ചെന്നായിരുന്നു ആൾ മരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ആൾക്ക് പറയത്തക്ക എന്താ പറയുക അത്രയും ഇതായിട്ടുള്ള റിലേറ്റീവ്സോ ഈ ഒരു കേസിൻ്റെ പിന്നാലെ നടക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരും ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് ആ ഒരു കേസിൻ്റെ പിന്നാലെ ആരും പോയിട്ടുണ്ടായിരുന്നില്ല. അതൊരു ആത്മഹത്യ എന്നുള്ള രീതിയിൽ തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റോസ്ലിൻ മരിച്ച ഏകദേശം 5 വർഷങ്ങൾക്ക് ശേഷം 2008 അയ്യപ്പൻ മരണപ്പെടുന്നത്. അങ്ങനെ അയ്യപ്പൻ്റെ ഓട്ടോപ്സി റിപ്പോർട്ടും കാര്യങ്ങളും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ വീണ്ടും പരിശോധിക്കുകയാണ്. അപ്പോഴാണ് ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ആ ഓട്ടോപ്സി റിപ്പോർട്ടിൽ കറക്റ്റായിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഒരാൾ ഒരു വിഷം സാധാരണഗതിയിൽ വേറെ ആരും ഫോഴ്സ്ഫുള്ളി കുടിപ്പിക്കാതെ സ്വന്തമായിട്ട് കുടിച്ച് മരിക്കുകയെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് വിഷം ഇറങ്ങിപ്പോയിട്ടുണ്ടാവും. എന്നിട്ട് ആ ഒരു വിഷം പ്രവർത്തിച്ചിട്ടായിരിക്കും ആൾ മരിക്കുന്നുണ്ടാവുക. ആരെങ്കിലും വായ തുറന്ന് പിടിച്ചിങ്ങായിട്ട് കഷ്ടപ്പെട്ടിങ്ങായിട്ട് ഇയാളെ കൊണ്ട് കുടിപ്പിക്കുന്നതാണെന്നുണ്ടെങ്കിൽ തലയിൽ കയറാനുള്ള സാധ്യത കൂടുതലാണ്. ആ ഒരു ഓട്ടോപ്സി റിപ്പോർട്ടിൽ പറഞ്ഞതനുസരിച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുടെ തലയിൽ വിഷം കയറിയിട്ടുണ്ടായിരുന്നു. സോ ഇതാരോ ഫോഴ്സ്ഫുള്ളി ആളെ കുടിപ്പിച്ചതാണ് എന്നുള്ളത് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് ആ ഒരു സമയത്ത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. പിന്നെ ആ ഒരു ക്രൈം സീൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കിയ സമയത്ത് എന്താ കറക്റ്റായിട്ട് എല്ലാം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ നോക്കിയപ്പോൾ ഈ വിഷക്കുപ്പിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കറക്റ്റ് മൂടിയൊക്കെ ഇട്ട് അടച്ച് സൈഡിൽ വെച്ച പോലെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇത്രയും 10 ദിവസത്തിന് ശേഷമാണ് ആ ബോഡി കണ്ടെത്തിയത്. അപ്പോഴും കറക്റ്റായിട്ട് അത് മൂടിയിട്ടിട്ടുണ്ടായിരുന്നു. സാധാരണഗതിയിൽ ഒരാൾ വിഷം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ വിഷം കുടിച്ച് കഴിഞ്ഞിട്ട് ബോട്ടിൽ കളയും. അല്ലാതെ വിഷമൊക്കെ കുടിച്ച് അത് കഴിഞ്ഞിട്ട് അയ്യോ ബോട്ടിൽ തുറന്നെടുക്കാനുള്ളൂ എന്ന് വിചാരിച്ചാലും പൂട്ടിയൊന്നും വെക്കാനുള്ള സാധ്യതയില്ല. സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണത്. അപ്പോൾ അതും പോലീസിന് സംശയം ഉണ്ടാക്കി. അങ്ങനെ ആ ഒരു ക്രൈം അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ബോഡി കിട്ടിയ സ്ഥലത്തോട്ട് ഒന്ന് പോയി നോക്കാമെന്ന് പോലീസുകാർ വിചാരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, 2008 ആ ഒരു മരണം നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 2013 പോലീസ് ഉദ്യോഗസ്ഥർ നേരെ ആ ഒരു സ്പോട്ടിലോട്ട് പോയി നോക്കുന്നത്, എന്തെങ്കിലും തെളിവ് കിട്ടുമെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട്. അവരവിടെ എത്തി. എന്നിട്ട് ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് പരിശോധിക്കുകയാണ്. എല്ലാ മരങ്ങളും മറ്റും എല്ലാം പരിശോധിച്ചപ്പോൾ ഒരു മരത്തിൻ്റെ ഇടയിൽ ഒരു ചെറിയ കുറച്ച് ബ്ലഡ് സ്റ്റെയിൻസ് പോലീസിന് കണ്ടെത്താനായിട്ട് സാധിച്ചു. അപ്പോൾ നിങ്ങൾ ഒരു സംശയം ഉണ്ടാവും, അതായത് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വെയിലും മഴയും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് ആ ഒരു ബ്ലഡിൻ്റെ ഇത് പോയിട്ടുണ്ടാവില്ല എന്നുള്ളത്. ഒരു സാധാരണ ഒരു പ്രതലാണെന്നുണ്ടെങ്കിൽ അവിടെ ഇത്തരത്തിൽ വെള്ളവും മഴയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെയിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോവും. എന്നാൽ മരത്തിൻ്റെ ആ ഒരു സ്ട്രക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ട്, അതിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ ഇത്തിരി ചുളുങ്ങിയൊക്കെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഇടയിലൊക്കെ ബ്ലഡും കാര്യങ്ങളൊക്കെ കയറി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷങ്ങളോളം പ്രിസർവ് ചെയ്യപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഫോറൻസിക് ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെ പരിശോധിച്ചപ്പോൾ അവിടെ നിന്ന് ഒരു ബ്ലഡ് സാമ്പിൾ കിട്ടുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അത് അയ്യപ്പൻ്റെ ബ്ലഡ് ആയിരുന്നു. അപ്പോൾ ആൾ ജസ്റ്റ് വിഷം കുടിച്ച് മരിച്ചതല്ല ഉണ്ടായിട്ടുണ്ടായിരുന്നത്, അയാൾ അവിടെ വെച്ച് കൊലപ്പെടുത്തിയതാണ് എന്നുള്ളത് പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. യെസ്, അയ്യപ്പനെ വിഷം കുടിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ എന്തോ സ്ട്രഗിൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്ട്രഗിളിൻ്റെ ബാക്കി പത്രമായിട്ടായിരിക്കാം ചോരയും കാര്യങ്ങളും ആ മരത്തിൽ പറ്റിപ്പിടിച്ചിട്ടുണ്ടാവുക. അപ്പോൾ പോലീസിന് അയ്യപ്പൻ്റെ മരണവും ഒരു ആത്മഹത്യയല്ല കൊലപാതകമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു 12 സാക്ഷികളിൽ ഒരാൾ അയ്യപ്പനായിരുന്നു. അതേപോലെ തന്നെ അയ്യപ്പനാണെന്നുണ്ടെങ്കിൽ 5 വർഷത്തിന് ശേഷം മരിക്കുകയും ചെയ്തു. അയ്യപ്പൻ്റെതാണെന്നുണ്ടെങ്കിലും കൊലപാതകമാണ്. ആ റോസ്ലിൻ്റെതാണെന്നുണ്ടെങ്കിലും എന്താ പറയുക ആക്സിഡൻ്റൽ ഡെത്താണെന്നായിരുന്നു വിചാരിച്ചിരുന്നത്, അതും കൊലപാതകമാണ്. സോ ഈ 2 കൊലപാതകങ്ങളും ചെയ്തത് ഒരാളാകാനുള്ള സാധ്യതയില്ല എന്നുള്ളതായി പോലീസിൻ്റെ അടുത്ത സംശയം. അങ്ങനെ അത് ആരായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് കൂടുതലായിട്ട് പോലീസുകാർ അന്വേഷിക്കുകയാണ്. അങ്ങനെ അയ്യപ്പൻ്റെ കൊലപാതകയുടെ പിന്നാലെ പോകാൻ തന്നെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ തീരുമാനിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അയ്യപ്പൻ താമസിച്ചിരുന്ന ആ ഒരു സ്ഥലത്ത് നിന്നായിട്ട് വീണ്ടും അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു അയ്യപ്പനെ ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യതയൊന്നും അവർ കാണുന്നില്ല എന്നുള്ളത്. അതായത് അയ്യപ്പൻ അങ്ങനെ പ്രത്യേകിച്ച് ആത്മഹത്യ ചെയ്യേണ്ട ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരുടെ അടുത്ത് അന്ന് അയ്യപ്പനെ കാണാനായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ, അതിന് മുന്നുള്ള ദിവസങ്ങളിൽ ആരെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ, എന്തെങ്കിലും സംശയം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരു 15 വയസ്സുള്ള ഒരു പയ്യൻ പറഞ്ഞൊരു മറുപടി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യപ്പൻ മരിക്കുന്നതിന് മുൻപ് ആളെ കാണാനായിട്ട് സതീഷ് എന്ന് പറയുന്ന ആളുടെ ഒരു ഫ്രണ്ടാന്ന് തോന്നുന്നുണ്ട്, പേര് സതീഷ് എന്നാണ് തോന്നുന്നുണ്ട്, അങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് അയ്യപ്പൻ എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനാണ് ആ ഒരു ഡയറക്ഷൻ പറഞ്ഞു കൊടുത്തതെന്നുള്ളൊരു പയ്യൻ പറയുണ്ടായി. അങ്ങനെ നേരെ അയ്യപ്പൻ താമസിച്ചിരുന്ന വീട്ടിലുള്ളവരുടെ അടുത്ത് ഇതേപോലെ സതീഷ് എന്ന് പറയുന്ന ഒരാൾ അയ്യപ്പനെ കാണാനായിട്ട് ഇവിടെ അന്നത്തെ ദിവസം, അതായത് അയ്യപ്പൻ മരിക്കുന്നതിൻ്റെ തലേ ദിവസം, അയ്യപ്പൻ മിസ്സിങ് ആവുന്നതിൻ്റെ തലേ ദിവസമോ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ റിലേറ്റീവ്സും മറ്റുമൊക്കെ പറഞ്ഞു, അതായത് ആ വീട്ടിലുണ്ടായിരുന്നവർ പറഞ്ഞു ഇല്ല
ഞങ്ങൾ അങ്ങനെയുള്ള ഒരാളെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു പയ്യൻ്റെ അടുത്ത് നിന്ന് വഴി ചോദിച്ചതിൻ്റെയും അതേപോലെ തന്നെ ആ ഒരു വീട്ടിലോട്ട് എത്തിയതിൻ്റെ ഇടയിൽ വെച്ചിട്ട് മേ ബി അയ്യപ്പനെ ഇയാൾ കണ്ടിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കും ഇയാളെ ഈ വീട്ടുകാർ കാണാതിരുന്നിട്ടുണ്ടായത്. സോ ഈ ഒരു സതീഷ് എന്ന് പറയുന്ന ആൾക്കും ഈ ഒരു കൊലപാതകത്തിന് തമ്മിൽ എന്തെങ്കിലും പങ്കുണ്ടാവുമെന്നുള്ളൊരു സംശയത്തിൽ പോലീസുകാർ ആരാണ് ഈ ഒരു സതീഷ് എന്നുള്ള കാര്യം അന്വേഷിക്കുകയാണ്. അപ്പോഴാണ് പോലീസുകാർ മറ്റേ ഈ ഒരു റോസ്ലിൻ്റെ കേസിൽ സാക്ഷി പറഞ്ഞ 12 പേരില്ലേ, അവരുടെ ലിസ്റ്റിൽ ഈ ഒരു പേരുണ്ടായിരുന്നല്ലോ എന്നുള്ള കാര്യം ആലോചിക്കുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ ആ ഒരു സതീഷും അതേപോലെ തന്നെ അയ്യപ്പനും ഫ്രണ്ട്സാണ് എന്നുള്ളത് പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ നേരെ ഒരു സതീഷിനെ പോലീസുകാർ കസ്റ്റഡിയിലെടുക്കാൻ തീരുമാനിക്കുകയാണ്. സതീഷ് ഈ പറഞ്ഞ പോലെ തന്നെ വെള്ളിക്കുളങ്ങര ഏരിയയിലായിരുന്നു ആ സമയത്ത് താമസിക്കുന്നുണ്ടായിരുന്നത്. അതിനുശേഷം ആളവിടെ നിന്ന് താമസം മാറിപ്പോയിട്ടുണ്ടായിരുന്നു. വാലന്തരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു പിന്നീട് ആൾ ആ ഒരു സമയത്ത് താമസിക്കുന്നുണ്ടായിരുന്നത്. നേരെ ആളെ കസ്റ്റഡിയിലെടുക്കുകയാണ്. എന്നിട്ട് പോലീസുകാർ ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അതേപോലെ തന്നെ അയ്യപ്പൻ്റെയും സതീഷിൻ്റെയും പോലീസ് സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഏകദേശം ഒരേപോലെ ആയിരുന്നു. അവർ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അവർ ഇങ്ങനെ വന്നപ്പോഴാണ് ഇങ്ങനെ കണ്ടത്. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിലുണ്ടായിരുന്നത്. സോ അതിലും സിമിലാരിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു സതീഷ് തന്നെയാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും പിന്നിൽ നിന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് പോലീസുകാർ ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ആദ്യം തന്നെ ഇയാളുടെ അടുത്ത് ചോദിച്ചത് 2008 അയ്യപ്പൻ്റെ മരണത്തിനെ കുറിച്ചിട്ടായിരുന്നു. അയ്യപ്പൻ മരിക്കുന്നതിനും തൊട്ട് മുൻപ് നീ അയാളെ കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു പോലീസിൻ്റെ ആദ്യത്തെ ചോദ്യം. അപ്പോൾ ഈ സതീഷിൻ്റെ മറുപടി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 4-5 വർഷം മുന്നുള്ള കാര്യമല്ലേ, എനിക്ക് ഓർമ്മയില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ പോലീസുകാർ പറഞ്ഞു, അയ്യപ്പൻ മരിക്കുന്നതിൻ്റെയും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നിന്നെ അവിടെ കണ്ടതായിട്ട് ആളുകൾ പറയുന്നുണ്ടല്ലോ. അയ്യപ്പൻ കാണാതായ ദിവസം നീ അവിടെ ഉണ്ടായിരുന്നതായിട്ട് ആളുകൾ പറഞ്ഞു. അതേപോലെ തന്നെ ഒരു പയ്യൻ പറഞ്ഞു നീ പയ്യൻ്റെ അടുത്ത് അയ്യപ്പൻ്റെ വീട്ടിലേക്കുള്ള വഴി ചോദിച്ചെന്നുള്ളത്. അപ്പോൾ അതെന്താണ് സംഭവം എന്നുള്ളത് ഇയാളുടെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഇല്ല സാറേ, ഞാൻ അങ്ങോട്ട് പോയിട്ടുമില്ല, എനിക്ക് അയ്യപ്പനെ കുറിച്ചൊന്നും അറിയേയില്ല എന്ന് പറഞ്ഞു. കാര്യം ഞങ്ങൾ സുഹൃത്തുക്കളൊക്കെയാണ്, എന്നാലും ആ ഒരു സമയത്തൊന്നും ഞാൻ അയ്യപ്പനെ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു രീതിയിൽ ഇയാൾ ആണായിട്ട് പറയാണ്. അപ്പോൾ തന്നെ ഈ ഒരു സതീഷ് പറയുന്നത് നുണയാണെന്നുള്ളത് പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അടുത്തതായിട്ട് സതീഷിൻ്റെ അടുത്ത് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ റോസ്ലിൻ്റെ മരണത്തിനെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇയാൾ പറഞ്ഞു, ജാനുവരി 4 നടന്ന മരണമല്ലേ 2003, ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പോലീസിന് വീണ്ടും സംശയമായി. 5 വർഷം മുൻപ് നടന്ന ഈ ഒരു എന്താ പറയുക അയ്യപ്പൻ്റെ മരണത്തിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്ക് 5 വർഷം മുന്നല്ലേ നടന്നത്, ഡേറ്റ് ഇത് എന്താണെന്നൊന്നും എനിക്കറിയില്ല, ഞാനവിടെ പോയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ ആൾ ഈ മരണം നടന്ന കൃത്യമായ ഡേറ്റും കാര്യങ്ങളൊക്കെ പോലീസിൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ അവർക്ക് വീണ്ടും സംശയം കൂടുകയാണ് ചെയ്തത്. സ്വാഭാവികമായിട്ടും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ആളുടെ അടുത്ത് ചോദിച്ചു, എങ്ങനെയാണെന്ന് എനിക്ക് ഈ ഡേറ്റ് കൃത്യമായിട്ട് ഓർമ്മയുള്ളത് എന്നുള്ളത്. അപ്പോൾ ആൾ പറഞ്ഞു, ജാനുവരി 3-ാം തീയതി അവിടെ അമ്പലത്തിലൊരു ഉത്സവവും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഉത്സവത്തിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് പോയപ്പോൾ എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം എനിക്ക് ഓർമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ പോലീസുകാരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോൺ എടുത്തിങ്ങായിട്ട് ഒരു നമ്പറിലോട്ട് ഡയൽ ചെയ്യണം. ഡയൽ ചെയ്തിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു, അത് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നപ്പോൾ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് വീണ്ടും അതിൽ കുറച്ച് സംശയങ്ങളുണ്ട്, ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ ചോദിക്കുകയാണ്. ഈ റോസ്ലിൻ മരിക്കുന്നതിൻ്റെ തലേ ദിവസം നിങ്ങളുടെ റിലേറ്റീവ് ആയിട്ടുള്ള സതീഷ് നിങ്ങളുടെ വീട്ടിൽ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. അതായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ ഫോണിലൂടെ ചോദിച്ച ചോദ്യം. അപ്പോൾ ഈ ഒരു സതീഷ് പറഞ്ഞ റിലേറ്റീവിനെ ആയിരുന്നു പോലീസുകാർ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സതീഷിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ ഓൾറെഡി തലേ ദിവസം ഉത്സവത്തിന് വന്നപ്പോൾ ആ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം 10 വർഷം മുന്നത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർ ആ ഒരു റിലേറ്റീവിനെ പോയി കണ്ടു. അവരുടെ അടുത്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ തലേ ദിവസം സതീഷ് അവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. പിന്നീട് അവർ മറുപടി പറഞ്ഞ സമയത്ത് പോലീസുകാർ ഫോൺ സ്പീക്കറിൽ വെക്കാണ്. അപ്പോൾ അവർ പോലീസ് ഉദ്യോഗസ്ഥരുടെ അടുത്ത് പറഞ്ഞു, എൻ്റെ പൊന്ന് സാറേ, ഞാൻ നേരത്തെയും പറഞ്ഞല്ലേ സതീഷ് എൻ്റെ വീട്ടിലോട്ടൊന്നും അന്നത്തെ ദിവസമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. കാര്യം ഞാനും അവനും ബന്ധുക്കളാണ്, പക്ഷേ ഞങ്ങൾ ഇത്തിരി ഡിസ്റ്റൻസ് ആയിട്ടുള്ള ബന്ധുക്കളാണ്. ആളുടെ പാരൻസിൻ്റെ അടുത്ത് വരെ എനിക്ക് അത്ര വലിയ എന്താ പറയുക കമ്പനിയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എൻ്റെ ഒരു ലവ് മാരേജ് ആയിരുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ റിലേറ്റീവ്സുമായിട്ട് അത്ര വലിയ പരിചയത്തിലോ അടുപ്പത്തിലൊന്നും അല്ല. അപ്പോൾ സതീഷ് അന്നത്തെ ദിവസം വന്നിട്ടില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. എനിക്കറിയണ കാര്യമല്ല, എൻ്റെ വീട്ടിലല്ലേ, നിങ്ങളെന്താണ് ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കാണ്ട് വീണ്ടും വീണ്ടും ചോദിക്കണം എന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു സ്ത്രീയുടെ മറുപടി. അപ്പോൾ അതിനുശേഷം ഫോണോ കട്ട് ചെയ്തിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ നേരെ സതീഷിനെ നോക്കുകയാണ്. ഈ കോൺവെർസേഷനും കാര്യങ്ങളൊക്കെ സതീഷ് കേട്ടല്ലോ. അപ്പോൾ അതോടുകൂടി സതീഷിന് താൻ കുടുങ്ങി എന്നുള്ളത് മനസ്സിലായി. അവസാനം അയാൾ സത്യങ്ങളെല്ലാം തന്നെ തുറന്ന് പറയാനായിട്ട് തുടങ്ങി. യെസ്, ഏകദേശം 2003 ആ ഒരു മരണം കഴിഞ്ഞ് 2013 10 വർഷങ്ങൾക്ക് ശേഷമാണ് ആ ഒരു കൊലപാതകത്തിന് ഉത്തരവാദിയായിട്ടുള്ള സതീഷിനെ പോലീസുകാർ പിടികൂടുന്നത്. താൻ പൂർണ്ണമായും കുടുങ്ങിയെന്നുള്ള കാര്യം മനസ്സിലായതിന് ശേഷം മാത്രമായിരുന്നു സതീഷ് വാ തുറന്നത്. ആളങ്ങനെ കഥ പറയാനായിട്ട് തുടങ്ങി. ആളും അയ്യപ്പനും നല്ല സുഹൃത്തുക്കളാണ്. അപ്പോൾ
ഈ ഒരു റോസ്ലിൻ മരിച്ച് കിടന്നിരുന്ന ആ ഒരു സ്ഥലമില്ല, ആ ഒരു കുന്നിൻ്റെ ചെരുവ്, അതിൻ്റെ അപ്പുറത്ത് കുറച്ച് പരിപാടികൾ സ്ഥിരമായിട്ട് നടക്കാറുണ്ടായിരുന്നു. അങ്ങോട്ട് സ്ഥിരം പോകുന്ന ആളുകളായിരുന്നു ഈ ഒരു അയ്യപ്പനും അതുപോലെ തന്നെ സതീഷും. വേറൊന്നും ആയിരുന്നില്ല, വാറ്റ് പരിപാടിയായിരുന്നു അവിടെ നടന്നിരുന്നത്. അപ്പോൾ ഇവർ താഴ്ത്തുനിന്ന് ശർക്കരയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് വാറ്റുന്നവർക്ക് കൊടുക്കും. അപ്പോൾ അതിനൊരു എമൗണ്ട്, ഈ ശർക്കരയുടെ എമൗണ്ടിനെക്കാട്ടിലും കുറച്ച് കൂടുതൽ എമൗണ്ട് ഈ അയ്യപ്പനും അതേപോലെ തന്നെ സതീശനും അവർ കൊടുക്കും. അപ്പോൾ അവിടെ നിന്ന് അതേപോലെ തന്നെ അവർ വാറ്റും വാങ്ങും. വാറ്റ് വാങ്ങിയിട്ട് അവർ അവിടെ നിന്ന് വാറ്റടിക്കുകയും ചെയ്യും, പിന്നെ താഴെ കൊണ്ടുവന്നിട്ട് മറച്ചു വെക്കുകയും ചെയ്യും. അതായിരുന്നു ഇവരുടെ ഒരു പരിപാടി. അപ്പോൾ ഈ ഒരു നമ്മളുടെ റോസ്ലിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, റോസ്ലിൻ സ്ഥിരമായിട്ട് ഇവിടെ പുല്ല് മേയാനായിട്ട് വരുന്നതാണല്ലോ പശുവിനായിട്ട്. അപ്പോൾ അവരും താഴ്ത്തുന്ന ഇതേപോലെ തന്നെ ശർക്കരയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് വാട്ടിനവർക്ക് കൊണ്ടു കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ റോസ്ലിനും അവർ കുറച്ച് കാശും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെയാണ് റോസ്ലിനും അതേപോലെ തന്നെ അയ്യപ്പനും അതേപോലെ ഈ ഒരു സതീഷും തമ്മിൽ ഒരു പരിചയം ഉണ്ടാവുന്നത്. അവർ ആ ഒരു മലയുടെ മുകളിൽ വെച്ചിട്ടും മലയുടെ ചെരുവിൽ വെച്ചിട്ടൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ആളുകളാണ്. അവരങ്ങനെ ചെറിയ രീതിയിൽ ഫ്രണ്ട്സായി. അപ്പോൾ ഈ ഒരു സതീഷാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഡബിൾ മീനിങ് ഉള്ള ജോക്സും കാര്യങ്ങളൊക്കെ അടിക്കാറുണ്ടായിരുന്നു. റോസ്ലിനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കേട്ടിട്ടും ചിരിച്ച് തള്ളാറായിരുന്നു പതിവ്. എന്നാൽ സതീഷ് അത് വേറൊരു രീതിയിലാണ് എടുത്തത്. ഇവർക്ക് തൻ്റെ അടുത്ത് ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ് അവർ ചിരിക്കുന്നത് എന്നുള്ളൊരു രീതിയിലാണ് ആളെടുത്തത്. ഇവരാണെന്നുണ്ടെങ്കിൽ ചിരിച്ച് തള്ളായിരുന്നു ഇതൊക്കെ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ചാരായത്തിൻ്റെ ബിസിനസ് റോസ്ലിന് ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് അയ്യപ്പനും അതേപോലെ തന്നെ സതീഷും മാത്രമായിരുന്നു ചെയ്തിരുന്നത്, ഇവരുടെ മൂന്നുപേരുടെയും കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ. എന്നാലും ആ ഒരു ശർക്കര കൊണ്ട് കൊടുക്കുന്നതും അതേപോലെ തന്നെ വഴിയിൽ വെച്ചിട്ടുള്ള കമ്പനിയുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇയാൾ ഇതേപോലുള്ള തമാശകളൊക്കെ പറഞ്ഞിരുന്നത്. അതേപോലെ തന്നെ റോസ്ലിൻ ഇയാളെ കണ്ടിന്യൂസ് ആയിട്ട് ഒഴിവാക്കി പോകാറുണ്ടായിരുന്നു. എന്നാലും ഇയാൾ കരുതിയിരുന്നത് സതീഷിൻ്റെ അടുത്ത് റോസ്ലിന് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്നും അതേപോലെ തന്നെ കറക്റ്റ് ഒരു ടൈം കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക, റോസ്ലിനുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുമെന്നുമായിരുന്നു ആളിങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നിരുന്നത്. അതിനൊരു അവസരത്തിന് വേണ്ടിയിട്ട് സതീഷ് കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ആ ഒരു ജനുവരി 4-ാം തീയതി 2003 ഇവർ പശുവിനായിട്ട് മുകളിലോട്ട് കയറി വരുന്നത്. ആ സമയത്ത് സതീഷ് ഇതേപോലെ തന്നെ ചാരായവും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അയ്യപ്പനും കൂടെ ഉണ്ടായിരുന്നു. അവർ കുറച്ച് ചാരായവും കുടിച്ചിട്ടും ഉണ്ടായിരുന്നു. അവരിങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ വരുന്ന വഴിക്ക് ഈ ഒരു റോസ്ലിനെ കാണാണ്. അപ്പോൾ സതീഷ് നേരെ തന്നെ റോസ്ലിൻ്റെ അടുത്ത് നിന്നിട്ട് ഡയറക്റ്റായിട്ട് കാര്യം പറയാണ്. അപ്പോൾ റോസ്ലിൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ ആ ഒരു സ്ത്രീയെ കയറി പിടിക്കാനായിട്ട് തുടങ്ങി. അപ്പോഴാണ് റോസ്ലിൻ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് ഒച്ച വെച്ചത്. ആ ഒരു സൗണ്ടായിരുന്നു താഴെ ഉണ്ടായിരുന്ന ആൾ കേട്ടത്. ആ സൗണ്ട് കേട്ട് ഓടി വരുന്നതിൻ്റെ ഇടയിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, രക്ഷിക്കണേ എന്ന ഒരു ഒച്ച എടുത്ത ഉടനെ തന്നെ ഇയാളുടെ എന്താ പറയുക കയ്യിലുണ്ടായിരുന്ന തോർത്തെടുത്ത് കഴിഞ്ഞിട്ട് ആദ്യം ഇവരുടെ കഴുത്തിൽ ഞെരുക്കുകയാണ്. അപ്പോൾ തന്നെ പിന്നെ അവർക്ക് ശ്വാസം മുട്ടി എന്താ പറയുക സൗണ്ടൊന്നും പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം ഇയാൾ വീണ്ടും ആ ഒരു തോർത്ത് ഊരിയ സമയത്ത് പിന്നെ ഇവർ ഒച്ചെടുക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോഴാണ് ആൾക്കൊരു ഐഡിയ വരുന്നത്. നേരെ തന്നെ അവരുടെ എന്താ പറയുക പശുവിൻ്റെ കയറെടുത്ത് കയറ്റി ഇവരുടെ കഴുത്തിൽ കെട്ടുമായിരുന്നു. അതിനുശേഷം ആ പശുവിൻ്റെ വാല് പിടിച്ച് കയറ്റി ഒരു വലിച്ചു ആൾ. അപ്പോൾ ആ ഒരു വേദനയിൽ പശു നേരെ ഓടിപ്പോവായിരുന്നു. അതിൻ്റെ ഇടയിൽ ഈ കയറെടുത്ത് കയറ്റി ആ ഒരു മരത്തിൻ്റെ ഇടയിൽ കൂട്ട സ്ഥിതിക്ക് ആ ഒരു മരത്തിൻ്റെ ഇടയിൽ കുടുങ്ങിപ്പോയി കയറി. പശു ആണെന്നുണ്ടെങ്കിൽ ഓടിപ്പോവുകയും ചെയ്തു. അങ്ങനെയുള്ളൊരു ക്രൈം സീൻ ഉണ്ടായത്. അപ്പോൾ പെട്ടെന്ന് തന്നെ പോലീസുകാർ വന്ന് നോക്കിയപ്പോൾ ഈ ഒരു സ്ത്രീയുടെ കഴുത്തിൽ പശുവിൻ്റെ കയറ് ഉരുങ്ങിയ പാടുണ്ട്. അതേപോലെ തന്നെ ഒരു മരത്തിൻ്റെ ഇടയിൽ കൂടെ കുടുങ്ങിയിട്ടുണ്ട്. പിന്നെ പശു അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ രക്ഷിക്കണേ എന്നുള്ള സൗണ്ട് കേട്ട് താഴ്ത്തുന്ന ആൾ ഓടി വന്ന സമയത്ത് ആ ഏരിയയിൽ തന്നെ ആരുമില്ല. അപ്പോൾ ഈ ഒരു മലയുടെ അപ്പുറത്തെ സൈഡിൽ കൂടെ ഇറങ്ങാനുള്ളൊരു വഴിയുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നതിന് ശേഷം അയ്യപ്പനും അതുപോലെ തന്നെ സതീഷും മലയുടെ അപ്പുറത്തെ വഴി കൂടെ ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഒരു റോസ്ലിൻ്റെ മരണം ആക്സിഡൻ്റൽ ഡെത്തായിട്ട് ക്ലോസ് ചെയ്യായിരുന്നു. എന്നാലും ഈ ഫ്രാൻസിസിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ആൾ പിന്നെയും എന്താ പറയുക പോലീസിൻ്റെയും കോടതിയുടെ ഒക്കെ പിന്നാലെ നടക്കായിരുന്നു. ഇത് സതീഷിനാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ആൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പിന്നെ സ്ഥലം മാറിയൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. എന്നാലും ഇനി ഇയാൾ പോലീസിൻ്റെയും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ ഒക്കെ പിന്നാലെ നടന്നിട്ട് ഈ കേസ് കറങ്ങിത്തിരിഞ്ഞ് നമ്മളുടെ തലക്ക് തന്നെ വരുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ ആൾക്കെപ്പോഴും. അതേപോലെ തന്നെ ഈ അയ്യപ്പൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ശേഷം അയ്യപ്പൻ്റെ കുടി വീണ്ടും കൂടി. ആരെന്തൊക്കെ അയ്യപ്പൻ നിന്ന് കാണുന്നുണ്ട്. ഈ ഒരു ക്രൈമിലൊരു എന്താ പറയുക പാർട്ട് കൂടിയാണ് ആൾ. അപ്പോൾ സതീഷ് അയ്യപ്പൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിനെക്കുറിച്ച് ഇങ്ങനെ നീ ആരുടെ അടുത്തെങ്കിലും പുറത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീയും കൊടുക്കും ഞാനും കൊടുക്കും, നമ്മൾ രണ്ടുപേരും പോയി ജയിലിൽ കിടക്കേണ്ടി വരും, അതേരം മിണ്ടരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും അയ്യപ്പനിത് പൂർണ്ണമായിട്ടും എന്താ പറയുക ഫുള്ളായിട്ടും അതങ്ങ് തലേന്ന് എടുത്ത് കളയാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഇയാളുടെ മദ്യപാനം കൂടി വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് മദ്യപിക്കുന്ന സമയങ്ങളിൽ പലപ്പോഴും ഇയാൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. അതായത് ഡയറക്റ്റായിട്ട് സതീഷാണ് റോസ്ലിനെ കൊന്നത് എന്നുള്ളൊരു തരത്തിലല്ല, പക്ഷേ ആ ഒരു മരണത്തിനെ കുറിച്ചിട്ടും റോസ്ലിനെ കുറിച്ചിട്ടൊക്കെ ആൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പല സാഹചര്യങ്ങളിലും പറയാറുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് ഇങ്ങനെ സതീഷ് അറിയാണ്.
അപ്പോൾ ഇങ്ങനെ ഇനി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യപ്പൻ്റെ കൂടി ഇനിയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സത്യങ്ങളെല്ലാം തന്നെ അവൻ വിളിച്ചു പറയുമെന്നുള്ളത് സതീഷിന് തോന്നുകയാണ്. അങ്ങനെയാണ് അയ്യപ്പനെ ഇല്ലാതാക്കാനായിട്ട് ആൾ തീരുമാനിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അയ്യപ്പൻ അന്വേഷിച്ച് അയ്യപ്പൻ താമസിച്ചിരുന്ന സ്ഥലത്തോട്ട് ആൾ എത്തിയിട്ടുണ്ടായിരുന്നത്. ആളുടെ കൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് 2 ഫ്രണ്ട്സിനെയും കൂടെ ആൾ കൂട്ടിയിട്ടുണ്ടായിരുന്നു. ശിവരാമെന്നും ചന്ദ്രനെന്നുമായിരുന്നു അവരുടെ രണ്ടുപേരുടെയും പേര്. അങ്ങനെ അയ്യപ്പനെ അവിടെ വെച്ച് കഴിഞ്ഞിട്ട് ഇവർ കാണുകയാണ്. അതിനുശേഷം അയ്യപ്പനെയും കൊണ്ട് ഇവർ കാട്ടിൽ പോയി മദ്യപിച്ചു. അതിൻ്റെ ഇടയിൽ ഇവർ ഓൾറെഡി തയ്യാറാക്കി കൊണ്ടുവന്നിരുന്ന ഒരു വിഷം എടുത്തിങ്ങേറ്റ് അയാളെ കുടിപ്പിക്കുകയാണ്. അപ്പോൾ അയാൾ റെസിസ്റ്റ് ചെയ്തു. ആ സമയത്ത് ആളുടെ തലയെടുത്തിങ്ങേറ്റ് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു മരത്തിൽ അടിച്ചപ്പോഴാണ് ആ ചോരയൊക്കെ വന്നത്. എന്നിട്ട് ആ ഒരു ചോരയാണ് പിന്നീട് പോലീസിന് ഒരു 4-5 വർഷം കഴിഞ്ഞിട്ട് ലഭിക്കുന്നത്. അപ്പോൾ അവിടെ പിന്നെ ആ ഒരു ബോഡി അവിടെ ഇരുന്ന് അഴുകിയത് കാരണം തന്നെ അന്ന് അന്വേഷിച്ച ഉദ്യോഗസ്ഥർ അത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ താനാണ് ഈ 2 കൊലപാതകങ്ങളുടെയും ഉത്തരവാദി എന്നുള്ള കാര്യം അവസാനം സതീഷ് സമ്മതിക്കുകയായിരുന്നു. പിന്നീട് ഈ ഒരു കേസിൻ്റെ വിധിയും കാര്യങ്ങളൊക്കെ വരുന്നതിന് മുൻപ് തന്നെ ജയിലിൽ വെച്ച് സതീഷ് മരണപ്പെടുകയും ചെയ്തു കേട്ടോ. പിന്നെ ഇതിൽ ആളുടെ കൂട്ടാളികളായിട്ടുണ്ടായിരുന്ന 2 പേരില്ലേ, അവർക്ക് 2 പേർക്കും അത്ര വലിയ ശിക്ഷ ഒന്നും കിട്ടിയില്ല, എന്നാലും ശിക്ഷ കിട്ടി. പിന്നെ മെയിൻ കൊലപാതകയായിട്ടുള്ള സതീഷ് മരിച്ചത് കാരണം ഈ 2 കേസും ക്ലോസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് ബാക്കി കാര്യങ്ങൾ എത്തിയത്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു റോസ്ലിൻ്റെ ഹസ്ബൻഡായിട്ടുള്ള ഫ്രാൻസിസിന് ആ സമയത്ത് തോന്നിയൊരു ഇൻഡ്യൂഷൻ ഉണ്ടല്ലോ, അത് കറക്റ്റ് തന്നെ ആയിരുന്നു അല്ലേ. എന്നാലോചിച്ച് നോക്കിയാൽ ഏകദേശം എത്ര വർഷത്തോളം അദ്ദേഹം തൻ്റെ ഭാര്യയുടെ മരണം ജസ്റ്റ് ഒരു ആക്സിഡൻ്റൽ ഡെത്ത് അല്ല, ഒരു റൗണ്ട് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അന്വേഷിച്ചു, പിന്നെ പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിച്ചിട്ടും അത് എന്താ പറയുക ആക്സിഡൻ്റൽ ഡെത്താണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടും ആളുടെ ആ ഒരു ഇൻഡ്യൂഷൻ്റെ പുറത്ത് ആൾ പിന്നെയും നടന്ന് അവസാനം ഈ ഒരു കേസ് തെളിയിക്കുന്ന രീതിയിലോട്ട് വരെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നതിൽ ഈ ഒരു ഫ്രാൻസിസിൻ്റെ പങ്ക് തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ടുണ്ടായത്. കാരണം ആൾക്ക് തോന്നിയ ആ ഒരു ഇതിൽ ആൾ ഉറച്ചു വിശ്വസിക്കുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഒരു കേസ് തെളിഞ്ഞതും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ആളെ കൊലപാതകയെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചതും അറ്റ്ലീസ്റ്റ് ആളെ ജയിലിലോട്ട് വിടാനായിട്ട് സാധിച്ചതും. ആ ഒരു ശിക്ഷ മുഴുവൻ അനുഭവിക്കുന്നതിന് മുൻപ് ആളെന്തായാലും മരിച്ചുപോയി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു ക്രൈം സീനിനെ കുറിച്ചും ഈ ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത രീതിയെക്കുറിച്ചും അതേപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കേസായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ദിവസം ഈ വീഡിയോ കവർ ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.